ഒരു ദിവസം രാവിലെ കാട്ടിനടുത്തുള്ള ചായക്കടയിൽ അരിക്കൊമ്പന്റെ ഒരു കൊച്ചു കുസൃതി. ഒളിച്ചു നിന്ന് കടക്കാരൻ അറിയാതെ പലഹാരം കട്ടു തിന്നുന്നു. അരിക്കൊമ്പ, നീയാണല്ലേ? കള്ള. എടാ, ഇന്ന് ഞാൻ നിന്നെ ശരിയാക്കി തരാം. നിക്കടാ അവിടെ. നിന്നെ എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല. അപ്പോ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ. അരിക്കൊമ്പൻ ചായക്കടക്കാരന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വീട്ടിലെത്തിയാൽ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഹായ് ചേച്ചി, നെല്ലിക്ക നമുക്ക് പറിച്ചാലോ? പക്ഷെ നെല്ലിക്കയൊക്കെ മുകളിലെ കൊമ്പിലാണല്ലോ, നമ്മൾ എങ്ങനെ പറിക്കും? കുട്ടാ, ഞാനും സഹായിക്കാം. ഒരു നെല്ലിക്ക പോലും വീണില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? തളർന്നു. അതിനൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? എടാ തവളക്കുട്ട, എവിടാണ് നീ? കുട്ടനാണല്ലോ വിളിക്കുന്നത്. പെട്ടെന്ന് പോയി നോക്കാം. എന്ത് പറ്റി കൂട്ടുകാരെ? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ? ഇത് കണ്ടില്ലേ, നിറയെ നെല്ലിക്കയുണ്ട്. പക്ഷെ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു നെല്ലിക്ക പോലും പറിക്കാൻ പറ്റുന്നില്ല. ഓ, ഇത്രയുള്ള കാര്യം. അത് ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ദാ പിടിച്ചോ. പണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ പുലി ഇറങ്ങിയപ്പോൾ അതിനെ ഓടിച്ചിട്ട് പിടിച്ചത് ആരാണെന്നറിയോ? ആരാ? ഈ ഇരിക്കുന്ന എൻ്റെ ആശാൻ തന്നെ. ഇതൊക്കെയാണ് എന്റെ നേരം പോക്ക്. മുത്തങ്ങാക്കാട്ടിൽ തീ പടർന്നപ്പോ അതൊറ്റയ്ക്ക് അണച്ച ആളാണ് എൻ്റെ ഈ ആശാൻ. ഓ, ഭയങ്കരം തന്നെ. അതെ അതെ, സാഹസം എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്. എന്താ ഒരു കരിഞ്ഞ മണം? പുകയുമുണ്ടല്ലോ. അയ്യോ, തീ! അയ്യോ, തീ, തീ! രക്ഷിക്കണേ! തീയോ? അയ്യോ, എടാ തീ ഓടിക്കോ! അയ്യോ, ഓടിക്കോ ഓടിക്കോ, തീ! അയ്യേ, ഇവന്മാരാരാന്നാ പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് ഓടി വരണേ! രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! ഓടി വരണേ! രക്ഷിക്കണേ! അയ്യോ. കുട്ടാ, നീ കേട്ടോ ഒരു ശബ്ദം? അതെ, ഞാനും കേട്ടു. ആരോ നിലവിളിക്കുന്ന ശബ്ദമാണല്ലോ. വാ കൂട്ടുകാരെ, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. ആരെങ്കിലും ഓടി വരണേ! എന്റെ കട കത്തി നശിക്കുന്നേ! അയ്യോ അയ്യോ, വാ കൂട്ടുകാരെ, നമുക്ക് അയാളെ സഹായിക്കാം. എന്താ ചെയ്യാ? വഴിമാറ്, വഴിമാറ്. അരിക്കൊമ്പന്റെ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് തീ അണയ്ക്കാൻ വേഗം കഴിഞ്ഞു. ആശ്വാസമായി. അരിക്കൊമ്പ, നീ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കട മൊത്തം കത്തി നശിച്ചേനെ. നീ എന്നെ രക്ഷിച്ചു. അല്ലേലും ഞങ്ങളുടെ അരിക്കമ്മ സൂപ്പറാ. ചായക്കടക്കാരന് വളരെ സന്തോഷമായി. അരിക്കൊമ്പനെ ഓടിച്ചത് അബദ്ധമാണെന്ന് മനസ്സിലായി. അരിക്കൊമ്പൻ കുസൃതി കാണിക്കുമെങ്കിലും ഒരു അപകടമുണ്ടാകുമ്പോൾ അരിക്കൊമ്പൻ മാത്രമേ കാണൂ.